അടുത്തതായിട്ട് നമുക്ക് എക്സാമ്പിൾ 6 നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 75 ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് 1 സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 25. ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ 75 ആണ്. അപ്പോൾ അതിന് ഉണ്ടാകാവുന്ന 25 ഓർഡറുള്ള ഒറ്റ ഒരു സബ് ഗ്രൂപ്പേ ഉണ്ടാകുള്ളൂ മാക്സിമം. It is shown in chapter 24 that every group of order 75 has a subgroup of order 25. അപ്പോൾ നമ്മൾ ടു സീ ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 75 cannot have 2 subgroups of order 25 എന്ന് കാണിച്ചാൽ മതി. ഒന്നിലധികം ഉണ്ടാവില്ല എന്ന് നമ്മൾ കാണിക്കുന്നു. സപ്പോസ് എച്ച് ആൻഡ് കെ ആർ 2 സച്ച് സബ് ഗ്രൂപ്പ്സ്. അപ്പോൾ 2 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. 25 ഓർഡർ വരുന്ന 2 സബ് ഗ്രൂപ്പുകളുണ്ട്, എച്ചും കെയും. സിൻസ് ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 25 ആൻഡ് order of h intersection k is equal to 1 or 5 results in order of h k is equal to order of h into order of k divided by order of h intersection k equal to 25 into 25 divided by order of h intersection k. അപ്പം നമുക്ക് 2 എണ്ണം ഉണ്ടെന്ന് എച്ചും കെയും ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എച്ചിൻ്റെ സബ് ഗ്രൂപ്പ്, എച്ച് ഇൻ്റർസെക്ഷൻ കെ എച്ചിൻ്റെയും കെയുടെയും സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഓർഡർ ഓഫ് എച്ചിനെ ഡിവൈഡ് ചെയ്യും, ഓർഡർ ഓഫ് കെയിനെ ഡിവൈഡ് ചെയ്യും. ഇനി ഓർഡർ ഓഫ് എച്ച് 25 അതുകൊണ്ട് ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെയ്ക്ക് 1 or 5 ആകാനേ പറ്റുള്ളൂ. 2 എണ്ണം നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 എണ്ണം എടുക്കുന്നത്. അപ്പം ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഒരിക്കലും 25 ആകത്തില്ല. 25 ആകുമെന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണെന്നല്ലേ അർത്ഥം. ഇൻ്റർസെക്ഷൻ ആ ഫുൾ സെറ്റ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെയിം ആകുമെന്ന്. അപ്പോൾ സെയിം ആകത്തില്ല, 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതാണ് എടുത്തത്. അപ്പോൾ ഓർഡർ ഓഫ് എച്ചിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ആക്കി 1 or 5 ആകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓർഡർ ഓഫ് എച്ച് കെ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ചിൻ്റെ ഓർഡർ ഓഫ് കെ ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഈക്വൽ ടു 25 into 25 ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഈക്വൽ ടു ഒന്നുകിൽ അപ്പോൾ ഈ പോസിബിലിറ്റീസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 625 അല്ലെങ്കിൽ 125 എലമെൻറ്റ്സ് ആകാമെന്ന് കിട്ടും. വി ഹാവ് ദാറ്റ് ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഈക്വൽ ടു 25. അപ്പോൾ ഈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ 1 ഉം 5 ആയി കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എച്ച് കെ എന്ന് പറയുന്നത് 625 125 വരും. അത് പറ്റത്തില്ല, കാരണം എച്ച് കെ എന്ന് പറയുന്നത് നമ്മുടെ എച്ച് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 75 നമ്മുടെ 75 ഓർഡർ വരുന്ന ഗ്രൂപ്പിൻ്റെ സബ്സെറ്റാണ് ഈ എച്ച് കെ. അപ്പോൾ എച്ച് കെ എന്ന് പറയുന്നതിനകത്ത് അപ്പോൾ 75 കൂടുതൽ എലമെൻറ്റ്സ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തല്ല ഈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് പറയുന്നത് 25 ആയേ പറ്റുള്ളൂ. അപ്പോൾ 25 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എച്ച് ഈക്വൽ ടു കെ എന്നാണ്. അപ്പോൾ ഒന്നിലധികം ഉണ്ടാകാൻ പാടില്ല എന്ന് അതിൻ്റെ അർത്ഥം. For any prime p greater than 2, we know that Z2p and dp are non-isomorphic groups of order 2p. അപ്പം p ഒരു പ്രൈമാണ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ Z2pയും dpയും നോൺ ഐസോമോർഫിക് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2p ആണ്. Z2p സൈക്ലിക് ആണ്, dp എന്ന് പറയുന്നത് സൈക്ലിക് അല്ല. ഈ രണ്ടിൻ്റെ ഓർഡർ 2p ആണ്. ദിസ് നാച്ചുറലി റേസസ് ദി ക്വസ്റ്റ്യൻ ഓഫ് വെദർ ദെയർ could be other possible groups of these orders. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും പോസിബിൾ ഗ്രൂപ്പ്സ് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. റിമാർക്കബിളി വിത്ത് ജസ്റ്റ് ദ സിമ്പിൾ മെഷീനറി അവൈലബിൾ ടു അസ് അറ്റ് ദിസ് പോയിൻറ്റ് വി ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. തിയറം 7.3 ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2p. അപ്പോൾ ഓർഡർ 2p വരുന്ന ഏതൊക്കെ തരം ഗ്രൂപ്പുകളുണ്ട് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. Let G be a group of order 2p where p is a prime greater than 2, then G is isomorphic to Z2p or dp. G എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2p ആണ്. p എന്ന് പറയുന്നത് പ്രൈം ഗ്രേറ്റർ ദാൻ 2 ആണ്. ദെൻ G is isomorphic to Z2p or dp. അപ്പം എല്ലാ 2p ഓർഡറുള്ള എല്ലാ ഗ്രൂപ്പും ഒന്നുകിൽ Z2pയോട് അല്ലെങ്കിൽ ഡി പിയോട് ഐസോമോർഫിക് ആയിരിക്കും. ഈ 2 ടൈപ്പായിട്ടുള്ള ഇപ്പം ഐസോമോർഫിക് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അതായിട്ട് തന്നെ കാണും. അപ്പോൾ ഈ 2 ടൈപ്പ് ഗ്രൂപ്പുകളേ ഉള്ളൂ Z2p ഓർഡർ വരുന്ന ഈ 2 ടൈപ്പ് ഗ്രൂപ്പുകളേ ഉള്ളൂ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്.
അപ്പം we assume that G does not have an element of order 2p. ജിക്ക് 2p ഓർഡറുള്ള ഒരു എലമെൻ്റ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഷോ ദാറ്റ് ജി ഈസ് ഐസോമോർഫിക് ടു ഡി പി. 2p ഓർഡറുള്ള എലമെൻ്റ് ഇല്ലെങ്കിൽ ജി എന്ന് പറയുന്ന ഡി പിനോട് ഐസോമോർഫിക് ആയിരിക്കും എന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നു. വി ബിഗിൻ ബൈ ഷോയിങ് ദാറ്റ് ജി മസ്റ്റ് ഹാവ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി. അപ്പം ആദ്യം നമ്മൾ പറയുന്നത് ജിക്കകത്തിൽ പി ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടാകും. ബൈ അവർ അസംഷൻ ആൻഡ് ലഗ്രാഞ്ചസ് തിയറം എനി നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി മസ്റ്റ് ഹാവ് ഓർഡർ 2 ഓർ പി. അപ്പം അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2p ഓർഡറുള്ള എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ്. ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് എന്താ? എലമെൻറ്റിൻ്റെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മീൻസ് ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻറ്റ്. ഐഡൻറ്റിറ്റിയുടെ ഓർഡർ 1 ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻറ്റിൻ്റെ ഓർഡർ എല്ലാത്തിൻ്റെയും ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യണം? ഈ 2pയെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2pക്ക് ഉണ്ടാകുന്ന ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, p, 2p ഇത്രയാണ് 2pക്ക് ഉണ്ടാകുന്ന ഡിവൈസേഴ്സ്. അപ്പോൾ 2pയും 1ഉം പോസിബിൾ അല്ല. അതുകൊണ്ട് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 2 അല്ലെങ്കിൽ p. Thus to verify our assertion we may assume that every non-identity element of G has order 2. അപ്പോൾ അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് പി ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്നല്ലേ കാണിക്കേണ്ടത്. അപ്പം 2 ഓർഡർ ആണെന്ന് വിചാരിക്കുക. എല്ലാത്തിൻ്റെയും ഓർഡർ 2 ആണ്. നോൺ ഐഡൻറ്റിറ്റി എലമെൻ്റ് എല്ലാ ഓർഡർ 2 ആണെന്ന് വിചാരിക്കുക. ഇൻ ദിസ് കേസ് വി ഹാവ് ഫോർ ഓൾ എ ആൻഡ് ബി ഇൻ ദി ഗ്രൂപ്പ് എ ബി ഈക്വൽ ടു എ ബി ദ ഹോൾ ഇൻവേഴ്സ്. അപ്പം ഓർഡർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയുടെ ഇൻവേഴ്സ് എ ഇൻറ്റു എ ഐഡൻറ്റിറ്റി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് എ തന്നെയാണ്. അപ്പം ഓർഡർ 2 വരുന്ന എല്ലാ എലമെൻറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എയും ബിയും എടുക്കുന്നു ഈ ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ എ ഇൻറ്റു ബി ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പം ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. കാരണം എല്ലാത്തിൻ്റെ ഓർഡർ 2 ആണെന്നല്ലേ പറഞ്ഞു. അപ്പോൾ എ ബിയുടെ ഓർഡറും 2 ആണ്. എ ബിയുടെ ഇൻവേഴ്സ് അപ്പം എ ബി തന്നെയാണ്. എ ബി സിയുടെ എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇനി ബിയും എയും എല്ലാം ഓർഡർ 2 ഉള്ള എലമെൻറ്റ്സ് ആയതുകൊണ്ട് ബി ഇൻവേഴ്സ് ബി ആണ്, എ ഇൻവേഴ്സ് എ ആണ് ഈക്വൽ ടു ബി ഇൻറ്റു എ. സോ ദാറ്റ് ജി സബീലിയൻ. അപ്പോൾ എ ബി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? ബി എന്ന് കിട്ടി. അപ്പോൾ ജി എന്തായി? അബീലിയനായി. ദെൻ ഫോർ എനി നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് എ ആൻഡ് ബി ബിലോങ്സ് ടു ജി വിത്ത് എ നോട്ട് ഈക്വൽ ടു ബി ദ സെറ്റ് ഇ എ ബി എ ബി ഈസ് ക്ലോസ്ഡ് ആൻഡ് ദെയർ ഫോർ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഓഫ് ഓർഡർ 4. അപ്പം 2 നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ ഇ എ ബി എ ബി. ഇനി എ ബിയുടെ ഇൻവേഴ്സ് എ ബി തന്നെ, ബിയുടെ ഇൻവേഴ്സ് ബി തന്നെ, എയുടെ ഇൻവേഴ്സ് എ തന്നെ, ക്ലോസ്ഡും ആണ്. അപ്പം ഇനി എയും ബിയും ഉണ്ട്, എ ബി ഇതിനകത്തും ഉണ്ട്, ബി എയും ഇതിനകത്തും ഉണ്ട്. കാരണം എ ബി സിക്കൽ ബി എ ആണ്. കാരണം ഇത് അബീലിയനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 ആണ്. അപ്പോൾ ഏതൊരു നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 2 എണ്ണം എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ സാറ്റിസ്ഫൈ ചെയ്യും. ദിസ് കോൺട്രഡിക്ട്സ് ലഗ്രാഞ്ചസ് തിയറം. അപ്പോൾ ഇത് ലഗ്രാഞ്ചസ് തിയറത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. കാരണം ഈ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ 4 ആണ്. 4 2pനെ ഡിവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ജി മസ്റ്റ് ഹാവ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി. അപ്പോൾ നമ്മൾ ഓർഡർ 2 ആണ് എല്ലാത്തിനും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് ഇതിനകത്തിൽ ഓർഡർ പി വരുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു. Now let B be any element not in cyclic group generated by A. ഇനി ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനകത്ത് ഇല്ലാത്ത എലമെൻ്റാണ് ബി. ദെൻ ബൈ ലഗ്രാഞ്ചസ് തിയറം ആൻഡ് അവർ അസംഷൻ ദാറ്റ് ജി ഡസ് നോട്ട് ഹാവ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ 2p വി ഹാവ് ദാറ്റ് ഓർഡർ ഓഫ് ബി സി ഈക്വൽ ടു 2 ഓർ p. അപ്പം ലഗ്രാഞ്ചസ് തിയറം പിന്നെ ജി ഡസ് നോട്ട് ഹാവ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ 2p എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഓർഡർ ഓഫ് ബി എന്ന് പറയുന്നത് ഒന്നുകിൽ 2 അല്ലെങ്കിൽ p ആകാം എന്ന് പറയുന്നുണ്ട്. കാരണം ഓർഡർ ഓഫ് ബി ആരെ ഡിവൈഡ് ചെയ്യണം? നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ 2p ഓർഡറുള്ള എലമെൻ്റ് ഒന്നും ഇല്ല എന്നാണ് അസംഷൻ. അതുകൊണ്ട് ബിയുടെ ഓർഡർ 2 അല്ലെങ്കിൽ p ആവുള്ളൂ. ബിക്കോസ് ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഇൻ്റർസെക്ഷൻ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബി
അത് ആരെയൊക്കെ ഡിവൈഡ് ചെയ്യും? ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് ഈക്വൽ ടു പി, അതിനെ ഡിവൈഡ് ചെയ്യും. കാരണം അതിൻ്റെ സബ് ഗ്രൂപ്പാണല്ലോ ഇത്. ആൻഡ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ നോട്ട് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബി. കാരണം ഈ രണ്ടും ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിനകത്ത് ഇല്ലാത്തതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും എന്താകത്തില്ല, പി ആകത്തില്ല. അപ്പോൾ ഇതിനെ 1 ആകാനേ പറ്റുള്ളൂ. ബട്ട് ദെൻ ഓർഡർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ബിക്ക് 2, ബിയുടെ ഓർഡർ ഇപ്പോൾ 2 ആയേ പറ്റുള്ളൂ. 4 അതർവൈസ് അങ്ങനെ അല്ലെങ്കിൽ ബൈ തിയറം 7.2 അനുസരിച്ച് ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഇൻറ്റു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബി ഈസ് ഈക്വൽ ടു നമ്മുടെ പഠിച്ച തിയറം അനുസരിച്ച് ഓർഡർ ഓഫ് എ ഇൻറ്റു ഓർഡർ ഓഫ് ബി ഡിവൈഡ് ബൈ ഇൻ്റർസെക്ഷൻ, ഇതിൻ്റെ ഇൻ്റർസെക്ഷനാണ്, അത് 1 ആണ്. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പി ഇൻറ്റു 2ൻ്റെ ഓർഡർ പി ആണെങ്കിൽ പി ഇൻറ്റു പി എന്ന് കിട്ടും, പി സ്ക്വയർ എന്ന് കിട്ടും. പി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2p ആണ്. 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഓർഡറാണ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡറിനേക്കാൾ വലുതായിട്ട് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ വന്നു. അപ്പോൾ അത് പോസിബിൾ അല്ല, വിച്ച് ഈസ് ഇമ്പോസിബിൾ. സോ എനി എലമെൻറ്റ് ഓഫ് ജി നോട്ട് ഇൻ എ ഹാസ് ഓർഡർ 2 ആയേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ എ ബി. സിൻസ് എ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ, കാരണം എന്താണ്? ബി ഇതിനകത്തിലില്ല. അവർ ആർഗ്യുമെൻറ്റ് എബോ ഷോസ് ദാറ്റ് ഓർഡർ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 2. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇതിനകത്തില്ലാത്ത എല്ലാത്തിൻ്റെ ഓർഡർ 2 ആണ്. then AB is equal to AB the whole inverse equal to B inverse into A inverse equal to B A inverse. Moreover, this relation completely determines the multiplication table for G. അപ്പോൾ ഇവിടെ ബി ഇൻവേഴ്സ് ബി ആണ്, കാരണം ബിയുടെ ഓർഡർ 2 ആണല്ലോ. എ ഇൻവേഴ്സിൻ്റെ ഓർഡർ എ അല്ല, കാരണം എ ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓർഡർ വരുന്ന ഒരു എലമെൻറ്റാണ്. ഇത് ബി ഇൻവേഴ്സ് ബി ആകാൻ കാരണം ബിയുടെ ഓർഡർ 2 ആയതുകൊണ്ടാണ്. ദിസ് റിലേഷൻ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻസ് ദി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ ജി. അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് നമുക്ക് ജിയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാം. ഫോർ എക്സാമ്പിൾ എ ക്യൂബ് ഇൻറ്റു ബി എ റേസ് ടു 4 ഈക്വൽ ടു എ ക്യൂബിനെ നമുക്ക് എ സ്ക്വയർ ഇൻറ്റു എ ബി ഇൻറ്റു എ റേസ് ടു 4 എന്ന് എഴുതാം, ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ ബിനെ ബി എ ഇൻവേഴ്സ് എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ അത് എ ഇൻറ്റു എ ബി ഇൻറ്റു എ ക്യൂബ് എന്ന് എഴുതാം. കാരണം ഒരേ ലാസ്റ്റിലുള്ള എ ഇൻവേഴ്സും എ റേസ് ടു 4 ചേർന്നാണ് എ ക്യൂബ് വരുന്നത്. ബാക്കിയുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈക്വൽ ടു എ ഇൻറ്റു എ ബി ബി എ ഇൻവേഴ്സ് ആണ് ഇൻറ്റു എ ക്യൂബ് ഈക്വൽ ടു എ ബി ഇൻറ്റു എ സ്ക്വയർ ഈക്വൽ ടു എ ബി ബി എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ ഈക്വൽ ടു ബി എ. Since the multiplication table for all non-cyclic groups of order 2p is uniquely determined by the relation AB is equal to BA inverse. അപ്പോൾ എല്ലാ നോൺ സൈക്ലിക് ഗ്രൂപ്പ്സും, അപ്പോൾ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ 2p ഉണ്ടായിരുന്നെങ്കിൽ അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആയേനെ, കാരണം അത് ഫുൾ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യുന്നു വന്നേനെ. അപ്പോൾ അത് സൈക്ലിക് ആയേനെ, അത് ഐസോമോർഫിക് ടു ഇസ് 2p ആയേനെ. പക്ഷേ ഇവിടെ 2p ഓർഡറുള്ള എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നോൺ സൈക്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പിൽ 2p ഓർഡറുള്ള ഗ്രൂപ്പിൽ അതിൻ്റെ ഫുൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എ ബി സിക്കൽ ബി എ ഇൻവേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഓൾ നോൺ സൈക്ലിക് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2p മസ്റ്റ് ബി ഐസോമർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലെല്ലാ ഓപ്പറേഷൻസും സെയിം ആയിരിക്കും. അപ്പോൾ അത് പരസ്പരം ഐസോമോർഫിക് ആയിരിക്കും. 2p ഓർഡറുള്ള എല്ലാ നോൺ സൈക്ലിക് ഗ്രൂപ്പ്സും പരസ്പരം ഐസോമോർഫിക് ആയിരിക്കും. ബട്ട് ഓഫ് കോഴ്സ് ഡി പി ദ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2p is 1. അപ്പോൾ ഡി പി എന്ന് പറയുന്നത് നോൺ സൈക്ലിക്കാണ്, 2p ഓർഡറുള്ളതാണ്. അപ്പം നോൺ സൈക്ലിക് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളും ആരോട് ഐസോമോർഫിക് ആയി? ഡി പി യു ആയിട്ട് ഐസോമോർഫിക്കാണ്.